നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്! ഹൈ ഡ്രാമ, സൂപ്പർ ഡ്യൂപ്പർ ത്രില്ലർ. എന്തു പറഞ്ഞ് ഈ കളിയെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. ഒടുവിൽ ഒറ്റ റൺസിന് വിജയിച്ച് കയറിയിരിക്കുന്നു DC പരാജയപ്പെട്ടു. എന്തൊരു ഓവറുകളാണ് അവസാന ഘട്ടത്തിൽ. എന്താണ് ഡേവിഡ് മില്ലർ ചെയ്തത്? സിറാജ് എറിഞ്ഞ 19ാമത്തെ ഓവറിൽ 23 റൺസാണ് അടിച്ചു കൂട്ടിയത്. അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ടത് 13 റൺസ്, 11 റൺസ് കുറിച്ചു. പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ ആ ഓവറിൽ ആദ്യ പന്ത് 4 അടിച്ചുകൊണ്ട് വിപ്രാജനികൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അദ്ദേഹം വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിൽ ഔട്ടായി. കുൽദീപ് വരുന്നു, സിംഗിൾ എടുത്തു കൊടുക്കുന്നു. ഡേവിഡ് മില്ലർ 6 അടിക്കുന്നു. ഇനി വിജയിക്കാൻ വേണ്ടത് 2 റൺസ്, സമനിലയ്ക്ക് 1 റൺസ്. പന്തുകൾ ശേഷിക്കുന്നത് 2 പന്തുകൾ. അടുത്ത പന്തിൽ സിംഗിൾ ഓടാമായിരുന്നു. ഡേവിഡ് മില്ലർ ഓടിയില്ല. കുൽദീപ് ഓടാൻ നോക്കിയെങ്കിലും ഡേവിഡ് മില്ലർ പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവസാന പന്തിൽ തീർക്കാമെന്ന്. പക്ഷേ അവസാന ബോളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പ്രസിദ്ധ കൃഷ്ണക്ക്. അദ്ദേഹം സ്ലോ ബൗൺസർ എറിയുന്നു. അടിക്കാനുള്ള ശ്രമം പാളുന്നു, ബീറ്റണാവുന്നു. കൃത്യമായിട്ട് സ്റ്റമ്പിലെറിഞ്ഞ് കൊള്ളിക്കുന്നു ജോസ് ബട്ട്ലർ. എന്നിട്ടും ഒരു ഫൈനൽ തീരുമാനം വരാൻ വീണ്ടും റിവ്യൂ കൊടുക്കുന്നു. അത് ഹൈറ്റ് വെച്ചിട്ട് വൈഡാണോ നോക്കാൻ. അത് കഴിഞ്ഞിട്ട് തീരുമാനം വന്നു, അത് വൈഡല്ല. 1 റൺസിന് തോറ്റിരിക്കുന്നു DC. വല്ലാത്തൊരു പോരാട്ടമായിരുന്നു. ഈ കളിയിൽ 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 210 റൺസാണ് GT അടിച്ചത്. അത്രയും ഓവറുകളിൽ നിന്ന് 8 വിക്കറ്റിന് 209 റൺസിലേക്കാണ് DC എത്തിയത്. 1 റൺസിൻ്റെ വിജയം GT സ്വന്തമാക്കുന്നു. കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനായിട്ട് പൊളിച്ചടുക്കിയത് നായകൻ ശുഭ്മൻ ഗില്ല് തന്നെയാണ്. 45 പന്തിൽ നിന്ന് 4 4ഉം 5 6ഉം അടക്കം അദ്ദേഹം 70 റൺസ് അടിച്ചപ്പോൾ സായ് സുദർശൻ 7 പന്തുകളിൽ നിന്ന് 2 4 സഹായത്തോടെ 12 റൺസ് അടിച്ച് മടങ്ങിയിരുന്നു. ബട്ട്ലർ തൻ്റെ ഫോം തിരികെ പിടിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു. 27 പന്തുകൾ 3 4ഉം 5 6ഉം അടക്കം 52 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ വക അടുത്ത അർദ്ധ സെഞ്ചുറി. 32 പന്തുകൾ 6 4ഉം 2 6ഉം അടക്കം 55 റൺസ്. ഗ്ലെൻ ഫിലിപ്സ് 9 പന്തുകളിൽ നിന്ന് 14 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ കിടിലനൊരു ഇന്നിങ്സ് GT കളിച്ചപ്പോൾ DCയുടെ മറുപടി എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. കിടിലൻ തുടക്കമാണ് പഥും നിസാങ്കയും KL രാഹുലും ചേർന്നിട്ടത്. 9ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ നിസാങ്ക മടങ്ങുമ്പോഴേക്കും അവർക്ക് 76 റൺസായിരുന്നു. 24 പന്തിൽ 6 4ഉം 1 6ഉം അടക്കം 41 റൺസാണ് അദ്ദേഹം അടിച്ചത്. എന്നാൽ നിതീഷ് റാണക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും അദ്ദേഹം പരാജയപ്പെട്ടു. 6 പന്തിൽ 5 റൺസ്. സൂപ്പർ താരം സമീർ റിസ്വി കഴിഞ്ഞ 2 കളികളിലെയും അവരുടെ സൂപ്പർ സ്റ്റാർ. പക്ഷേ റാഷിദ് ഖാൻ്റെ ഒരു ക്യുക്കർ ആൻഡ് ഫുൾ ബോൾ, കൃത്യമായൊരു ഗൂഗ്ലി, അതിൽ ബൗൾഡായി പോയി സമീർ റിസ്വി. ഗോൾഡൻ ഡക്കായിട്ട് പോയി. പിന്നെ ഡേവിഡ് മില്ലർ വരുന്നു. അദ്ദേഹം റിട്ടയർഡ് ആയിട്ടൊന്ന് കയറിപ്പോയി. ക്യാപ്റ്റൻ അക്സർ പട്ടേൽ 2 റൺസിന് മടങ്ങി. ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആ ഒരു കൺഫ്യൂഷൻ, KL രാഹുലുമായിട്ടുണ്ടായിട്ടുള്ള കൺഫ്യൂഷനിൽ റണ്ണൗട്ടായി പോകുന്നു. 7 റൺസ്. അങ്ങനെ KL രാഹുൽ 52 പന്തിൽ നിന്ന് 92 റൺസ്. മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ പുറത്തായി. 11 4ഉം 4 6ഉം അദ്ദേഹം അടിച്ചിരുന്നു. പിന്നെ എല്ലാം ഡേവിഡ് മില്ലറുടെ ഷോൾഡറിലായിരുന്നു. അദ്ദേഹം അത് നിറവേറ്റിയെന്ന് തോന്നിച്ചതാണ്. പക്ഷേ അവസാനം നമ്മൾ പറഞ്ഞ പോലെ വീണുപോയി. വിപ്രാജ് നിഗം 7 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ചു. കുൽദീപ് യാദവ് അവസാനം റണ്ണൗട്ടായത് അദ്ദേഹമാണ് ഔദ്യോഗികമായിട്ട്. 1 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഡേവിഡ് മില്ലർ 20 പന്തിൽ നിന്ന് 3 4ഉം 3 6ഉം അടക്കം 41 റൺസ് അടിച്ച് പുറത്താകുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ 20ാമത്തെ ഓവറിൽ 5ാമത്തെ പന്തിൽ സിംഗിൾ എടുക്കേണ്ട എന്ന ആ തീരുമാനം കളി കൈവിടാൻ കാരണമായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.